السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, കാരുണ്യവാനായ പടച്ചതമ്പുരാൻ നമ്മിൽ നിന്ന് സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തെരുമാറാകട്ടെ. ബാക്കിയുള്ള ആയുസ്സിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാനും അവസാന മുഅ്മിനായി ലോകത്തോട് വിട പറയാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ റമദാനിനെ അള്ളാഹു നമ്മുടെ അനുകൂല സാക്ഷിയാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ നോമ്പും നമസ്കാരങ്ങളും ഇബാദത്തുകളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു പരിപൂർണമായ ശിഫ പ്രദാനിക്കുമാറാകട്ടെ. കടം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു കടം വീട്ടാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ലോകത്ത് പ്രയാസപ്പെടുന്ന യുദ്ധക്കെടുതിയുടെ പേരിൽ മറ്റും പ്രയാസപ്പെടുന്ന പശ്ചിമേഷ്യയിലെ മുഴുവൻ മനുഷ്യർക്കും അള്ളാഹു ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നീതിയുടെയും മനുഷ്യത്വത്തിന്റെയും ശത്രുക്കളായ ഇസ്രായേലിനെയും അമേരിക്കയും അല്ലാഹു തആല പരാജയപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനികളെ, പരിശുദ്ധ റമദാനിലെ ഒരുപക്ഷെ അവസാനത്തെ വെള്ളിയാഴ്ചയിലായിരിക്കാം നാം ഇന്ന് ഉള്ളത്. ഒരുപക്ഷെ നമ്മുടെ ആയുസ്സിലെ തന്നെ അവസാനത്തെ റമദാനും അവസാനത്തെ വെള്ളിയാഴ്ചയും ഒക്കെ ആയിരിക്കാം. അള്ളാഹു നമുക്കെല്ലാം ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. എഴുത്തിക്കാഫിന്റെ നിയ്യത്തോടുകൂടി വലിയ ആഗ്രഹത്തിൽ, വലിയ ചിന്തയിലായി എല്ലാവരും കഴിഞ്ഞുകൂടുക. ആയിരത്തി 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാമെന്ന് അന്നത്തെ ബ്രിട്ടീഷ് വൈസ്രോയി മൗണ്ട് ബാറ്റൻ സ്വാതന്ത്ര്യ സമര നേതാക്കളോട് പറഞ്ഞു. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയാൽ മുന്നോട്ടുള്ള വഴി എന്താണ് എന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി വളരെ സുപ്രധാനമായൊരു യോഗം ഡൽഹിയിൽ ചേരുകയാണ്. തലേന്ന് രാത്രിയാണ് യോഗം നടക്കുന്നത്. രാജ്യത്തെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം യോഗത്തിനെത്തിയിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ വല്ലഭായ് പട്ടേലുണ്ട്. മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ വന്നു കഴിഞ്ഞു. യോഗം ആരംഭിക്കുമ്പോൾ എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട്. ഒഴിവായി കിടക്കുന്ന ഒരു കസേരയിൽ വരാത്തൊരാളെക്കുറിച്ചാണ് എല്ലാവരും പരസ്പരം നോക്കുന്നത് എന്ന് മനസ്സിലായ നെഹ്റു എഴുന്നേറ്റ് ലൗഡ് സ്പീക്കറിനടുത്തേക്ക് മാറി നിന്നിട്ട് തന്റെ പോക്കറ്റിൽ കിടന്ന ഒരു കുറിപ്പെടുത്തുകൊണ്ട് ആ സദസ്സിന് മുന്നേ, ആ മീറ്റിംഗിന് മുന്നേ വായിക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്: നിങ്ങളെല്ലാവരും ഇപ്പോൾ ഇവിടെ അന്വേഷിക്കുന്നത് ഈ സുപ്രധാനമായ യോഗത്തിൽ വളരെ പ്രധാനമായി ഉണ്ടായിരിക്കേണ്ട മൗലാന അബുൽ കലാം ആസാദിനെയാണ് എന്നെനിക്ക് മനസ്സിലായി. മൗലാന അബുൽ കലാം ആസാദ് ഇന്നത്തെ യോഗത്തിന് വരില്ല. അദ്ദേഹം എനിക്ക് അതിന്റെ അവധി അപേക്ഷ നൽകിയിട്ടുണ്ട്. അദ്ദേഹം വരാതിരിക്കാൻ കാരണം ഇന്ന് പരിശുദ്ധമായ റമദാൻ മാസത്തിലെ 27-ാം രാവാണ്. ഈ രാത്രി നമ്മളിവിടെ ഈ യോഗം കൂടുമ്പോ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ വിശുദ്ധ റമദാനിലെ 27-ാം രാവ് ആചരണത്തിന്റെ ഭാഗമായി പള്ളികളിൽ എഴുത്തിക്കാഫിലാണ്. മൗലാന അബുൽ കലാം ആസാദ് ഡൽഹി ജുമാ മസ്ജിദിൽ എഴുത്തിക്കാഫിലാണ്. അതോടെ അദ്ദേഹത്തിന് വരാൻ കഴിയില്ല എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. മൗലാനയ്ക്ക് അറിയാമായിരുന്നു
അവിടെ നടക്കുന്ന യോഗത്തിനേക്കാൾ പ്രധാനമാണ് ഈ 27-ാം രാവിൽ ലൈലത്തുൽ ഖദറാകാൻ സാധ്യതയുള്ള രാവിൽ ഡൽഹി ജുമാ മസ്ജിദിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഈ രാജ്യത്തിന്റെ ശാന്തിക്ക് വേണ്ടിയും സമാധാനത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അത് മനസ്സിലാക്കാൻ മാത്രം അറിവും കഴിവും തഖ്വയുമുള്ള ആളായിരുന്നു ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി. കാരണം അദ്ദേഹം ജനിച്ചത് മക്കയിലാണ്. അറബിയിലും ഫാരിസിയിലും ഉറുദുവിലും ഇംഗ്ലീഷിലൊക്കെ വലിയ വിജ്ഞാനം നേടിയ പത്രപ്രവർത്തകനായും സ്വാതന്ത്ര്യസമര സേനാനിയായും ഒരു പൊതുപ്രവർത്തകനായൊക്കെ ഇന്ത്യയിൽ പതിറ്റാണ്ടുകൾ കഴിഞ്ഞുകൂടിയൊരു മഹാൻ. അദ്ദേഹം മനസ്സിലാക്കി രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷേ 46-ൽ നടന്നതുപോലെയുള്ള വലിയ കൂട്ടക്കൊലകൾ ഈ രാജ്യത്ത് നടന്നേക്കാം, വലിയ അഭയാർത്ഥി പ്രവാഹങ്ങൾ ഉണ്ടായേക്കാം. അത് തടുക്കാൻ ഈ ഒരു യോഗം കൊണ്ട് മാത്രം കഴിഞ്ഞോളുന്നില്ല. അതിന് പടച്ചതമ്പുരാന്റെ സഹായം ആവശ്യമുണ്ട്. ഇന്നത്തെ രാത്രി തനസ്സലുൽ മലായിക, ലൈലത്തുൽ ഖദർ ആണെങ്കിൽ മലക്കുകൾ ഇറങ്ങി വരുന്ന രാത്രിയാണ്. സലാമുൻ ഹിയ, രക്ഷയുടെ രാത്രിയാണ്. അതുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് രക്ഷ വേണം, അവർക്ക് സുരക്ഷ വേണം. ആ സുരക്ഷയ്ക്ക് കേവലം ആ ഒരു യോഗം മാത്രം മതിയാവുകയില്ല. അള്ളാഹുവിന്റെ കൃത്യമായ ഇടപെടലുണ്ടാകണം. അതിന് ഈ ഇറങ്ങി വരുന്ന ശാന്തിയുടെ ദൂതന്മാരായ മലക്കുകൾ അവർ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സമാധാനം നൽകണം എന്ന് മൗലാന ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് മൗലാന നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഡൽഹി ജുമാ മസ്ജിദിന്റെ മിനാരത്തിൽ സ്വർഗത്തിൽ നിന്നൊരു മലക്കുകൾ ഇറങ്ങി വന്നിട്ട് ആ മലക്ക് ഇന്ത്യ രാജ്യത്തെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു, ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്, സ്വാതന്ത്ര്യം കിട്ടിയാൽ ഈ രാജ്യം വിഭജിക്കപ്പെടും, ഈ രാജ്യത്തെ ജനങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാകും, കലഹങ്ങൾ ഉണ്ടാകും എന്ന് ഡൽഹി ജുമാ മസ്ജിദിന്റെ മിനാരത്തിൽ ഒരു മലക്ക് നിന്ന് വിളിച്ചു പറഞ്ഞാൽ ഞാൻ ആ മലക്കിനോട് പറയും, വേണ്ട, ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണ്ട. ഈ രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിച്ചിട്ട് രാജ്യത്തെ വെട്ടിമുറിച്ചിട്ട് രാജ്യത്തിനൊരു സ്വാതന്ത്ര്യം വേണ്ടാമെന്ന് ഞാൻ ആ മലക്കിനോട് തിരിച്ചു വിളിച്ചു പറയുമെന്ന് പറഞ്ഞയാളാണ് മൗലാന അബുൽ കലാം ആസാദ്. അദ്ദേഹത്തിന് അറിയാം ഈ രാജ്യത്ത് സമാധാനമാണ് ഇപ്പോൾ ആവശ്യമുള്ളത്, ശാന്തിയാണ് ആവശ്യമുള്ളത്. ആ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാത്രിയാണ് ഈ രാത്രി. ഇന്നാണ് മലക്കുകൾ രക്ഷയുമായി സലാമുമായി വരുന്നത് എന്ന് മൗലാന അബുൽ കലാം ആസാദ് തിരിച്ചറിയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിന്റെ അവസാന 10 അതിപ്രധാനമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 1000 മാസങ്ങളെക്കാൾ പുണ്യമായ ആ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ കഴിയുന്ന വളരെ സുപ്രധാനമായ ചില ദിവസങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ഈ പരിശുദ്ധമായ റമദാൻ, ഈ റമദാനിലെ ലൈലത്തുൽ ഖദറും ഈ അവസാന 10 വളരെ സാന്ദർഭികമായ ചില സന്ദേശങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. ലോകമാകെ പ്രശ്നകലുഷിതമാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധക്കെടുതി നമ്മുടെയൊക്കെ അടുക്കളയിൽ എത്തിക്കഴിഞ്ഞു. ലോകത്തെ മുഴുവൻ ജനങ്ങളെയും അത് ബാധിച്ചു കഴിഞ്ഞു. 2 ആഴ്ച പിന്നിടുന്ന സമയത്ത് ലോകം അസമാധാനത്തിലാണ്. യുദ്ധം നടക്കുന്ന അവിടെയാണെങ്കിലും യുദ്ധത്തിന്റെ കെടുതികൾ നാം ഓരോരുത്തരും അനുഭവിക്കുകയാണ്. ഇവിടെയാണ് സമാധാനത്തിന്റെ ദൂതുമായി മലക്കുകൾ ലൈലത്തുൽ ഖദറിൽ ഇറങ്ങി വരുമ്പോൾ നമ്മൾ ആ മലക്കുകൾ തരുന്ന സമാധാനം ഏറ്റുവാങ്ങാൻ, അള്ളാഹുവിനോട് സമാധാനം ചോദിക്കാൻ ഏറ്റവും അനിവാര്യമായ, ഏറ്റവും അത്യാവശ്യമായ ഒരു സാഹചര്യത്തിലാണ് ലോകം ഇപ്പോൾ ഉള്ളത്. വ്യക്തിപരമായി നമുക്ക് സമാധാനം ആവശ്യമുണ്ട്. ഒരു സമുദായം എന്ന നിലയ്ക്ക് സമാധാനം ആവശ്യമുണ്ട്. ഒരു സമൂഹം എന്ന നിലയ്ക്ക് മനുഷ്യർക്ക് സമാധാനം ആവശ്യമുണ്ട്. പൊതുവെ രാഷ്ട്രങ്ങൾക്ക് മുഴുവനും സമാധാനവും ശാന്തിയും രക്ഷയും ആവശ്യമുള്ള അതിപ്രധാനമായ ഒരു സാഹചര്യത്തിലാണ് ഈ പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ 10 ഈ ലൈലത്തുൽ ഖദറൊക്കെ നമുക്ക് സമാഗതമാകാൻ വേണ്ടിയിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാം അവസാനമായി വരുന്ന രംഗം, വഫാത്തിന് തൊട്ടു മുമ്പുള്ള സമയം ജിബ്രീൽ അലൈഹിസ്സലാം വരുമ്പോൾ പ്രവാചകൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ടോ, ജിബ്രീൽ, നിന്റെ ജോലി അംബിയാ മുർസലുകൾക്ക് വഹി നൽകലായിരുന്നു. ഞാനോടുകൂടി മുർസലീങ്ങളുടെ, അമ്പിയാക്കളുടെ ഈ പരമ്പര അവസാനിക്കുകയാണ്. ഞാൻ അവസാന പ്രവാചകനാണ്.
ഇനി നിനക്ക് ആ ജോലിയില്ല. ഇനി എന്ത് ജോലിയായിരിക്കും ജിബ്രീൽ നീ ചെയ്യാൻ പോകുന്നത്? അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം നബിയോട് പറയുന്നത്, ഇനി എനിക്കൊരു ജോലി, പ്രധാനപ്പെട്ടൊരു ജോലി അള്ളാഹു എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ജോലി ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ അങ്ങയുടെ സമുദായത്തിന് സമാധാനം നേരുക എന്നുള്ള ജോലിയാണ്. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ. റൂഹ് എന്ന് പറയുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ജിബ്രീലിന്റെ നേതൃത്വത്തിലുള്ള കോടാനുകോടി മലക്കുകൾ ഈ ഭൂമിയിലേക്ക് ശാന്തിദൂതുമായി വരുന്ന ദിവസമാണ് ലൈലത്തുൽ ഖദർ. പ്രവാചകൻ തന്റെ വഫാത്തിന് തൊട്ടുമുമ്പ് വിഷമിച്ചത് നമ്മളെക്കുറിച്ച് ഓർത്തിട്ടാണ്. ജിബ്രീലിനോട് ചോദിക്കുന്നുണ്ട്, എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്തായിരിക്കും ഞാൻ പോയി കഴിഞ്ഞാൽ? ഇത് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അങ്ങയുടെ ഉമ്മത്തിന്റെ കാര്യത്തിൽ അല്ലാഹു ഒരു സുരക്ഷിതത്വം നൽകിയിട്ടുണ്ട്, അങ്ങയുടെ ഉമ്മത്തിനൊന്നും സംഭവിക്കില്ല. ഇത് പറഞ്ഞപ്പോഴാണ് റസൂലിന് ആശ്വാസമായത്. അവസാന നിമിഷത്തിൽ പോലും നമ്മെക്കുറിച്ച് ഓർത്തിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഷമിച്ചത്. അതുകൊണ്ട് പ്രശ്നകലുഷിതമായ ഒരു അന്തരീക്ഷത്തിലൂടെ ലോകം തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ലൈലത്തുൽ ഖദറിന്റെ പ്രാർത്ഥനകൾക്ക് വലിയ സ്വീകാര്യതയുണ്ടാകും. രാജാക്കന്മാരും ഭരണകൂടങ്ങളും ഭരണകർത്താക്കന്മാരും അക്രമികളായി മാറിയ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ രാജ്യം പോലും ഒരു വിഭാഗം ആളുകളെ അടിച്ചമർത്താൻ വേണ്ടി എല്ലാവിധ ഭരണകൂട സംവിധാനങ്ങൾ വരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനമൊരുകി റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഹജ്ജാജ് എന്ന് പറയുന്ന ഒരു അക്രമിയായ ഭരണാധികാരി ഇസ്ലാമിക ലോകത്തെ അക്രമങ്ങൾ ഇങ്ങനെ വിതറിയപ്പോൾ ഹജ്ജാജിനെ കുറിച്ച് പരാതി പറയാൻ വേണ്ടി അനസ് റളിയല്ലാഹുവിന്റെ അടുക്കൽ സഹാബാക്കളിൽ താബിഈങ്ങളിൽ ചെന്ന് ചെന്നു. ഹജ്ജാജ് ഞങ്ങളെ വല്ലാതെ ആക്രമിക്കുന്നു, ക്രൂരനാണ് ഭരണാധികാരി. അപ്പൊ അനസ് റളിയല്ലാഹു പറഞ്ഞത്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്, ഇസ്ബിറു, നിങ്ങൾ ക്ഷമിക്കും. സർക്കാരുകൾ നിങ്ങളെ ആക്രമിക്കുമ്പോൾ ഇസ്ബിറു, നിങ്ങൾ ക്ഷമിക്കും. ഫഇന്നഹു ലാ യഅതി സമാനുൻ ഇല്ലാ വല്ലതി ബഅദഹു ശർറുൻ മിൻ. വരാനിരിക്കുന്ന കാലഘട്ടം മുമ്പുള്ള കാലഘട്ടത്തെക്കാൾ മോശമായിരിക്കും. ഇപ്പോഴുള്ള ഭരണാധികാരി ഹജ്ജാജ് ആണെങ്കിൽ ഇവനേക്കാൾ മോശക്കാരനാണ് ഇനി വരാനിരിക്കുന്നത്. ഇലാ അൻ തൽഖാ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നതുവരെ, അന്ത്യനാൾ വരെ ഭരണാധികാരികൾ മോശമായി കൊണ്ടേയിരിക്കും. നല്ലൊരു ഭരണാധികാരിയെ പ്രതീക്ഷിക്കാനില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് പടച്ചവനോട് പ്രാർത്ഥിക്കുക എന്നതല്ലാതെ നമ്മുടെ മുന്നിൽ വഴികളില്ല. അന്ത്യനാളാകുമ്പോൾ അന്ത്യനാളിനോടടുത്ത് 4 ഗുണങ്ങൾ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അള്ളാഹു ഭൂമിയിലെ ബറക്കത്തിനെ ഉയർത്തിക്കളയും. ഒരു കാലത്ത് ഭൂമിക്ക് ഒരു ബറക്കത്തുണ്ടായിരുന്നു, എന്താ ബറക്കത്ത് നഷ്ടപ്പെട്ടു, കുറഞ്ഞുപോയി. സ്ത്രീകളിൽ നിന്ന് അള്ളാഹു ലജ്ജ ഉയർത്തിക്കളയും. സ്ത്രീകൾക്ക് ലജ്ജ കുറഞ്ഞു പോകും. അതേപോലെ തന്നെ ഭരണകർത്താക്കളിൽ നിന്ന് അള്ളാഹു തആല നീതിബോധത്തെ ഉയർത്തിക്കളയും. ഭരണകർത്താക്കൾ നീതിയില്ലാത്തവരായി മാറും. മനുഷ്യരിൽ നിന്ന് അള്ളാഹു കാരുണ്യത്തെ ഉയർത്തിക്കളയും. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ട് മനുഷ്യരോട് നീതിബോധം കാണിക്കുന്ന, മനുഷ്യരോട് ദയ കാണിക്കുന്ന ഭരണകൂടങ്ങൾക്കും ഭരണാധികാരികൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അത് ഈ പരിശുദ്ധമായ റമദാനിന്റെ അവസാന 10 ഈ ലൈലത്തുൽ ഖദറിൽ നമ്മളിൽ നിന്നുണ്ടാകേണ്ട അതിപ്രധാനമായ ഒരു പ്രാർത്ഥനയാണ്. ചരിത്രത്തിൽ ഭ്രാന്തന്മാരായ പല ഭരണാധികാരികളും ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുമുണ്ട്. നിങ്ങൾ ചരിത്രത്തിൽ ഭ്രാന്തന്മാരായ ഭരണാധികാരികളെ പ്രതീക്ഷിക്കേണ്ടി വരും. ഉത്തര കൊറിയയുടെ പ്രസിഡന്റ് ഒരിക്കൽ പറഞ്ഞല്ലോ, ലോകത്തെ 800 കോടി മനുഷ്യന്മാരെ 6 പ്രാവശ്യം കൊല്ലാൻ കഴിയുന്ന രാസായുധം ഞങ്ങളുടെ കയ്യിലുണ്ട്. 800 കോടി മനുഷ്യനെ 6 പ്രാവശ്യം കൊല്ലാൻ കഴിയുന്ന രാസായുധങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഉത്തര കൊറിയയുടെ പ്രസിഡന്റ് പറഞ്ഞപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങളുടെ കയ്യിലും അതുണ്ടെന്ന്. ഇങ്ങനെ രാസായുധം വെച്ച് കളിക്കുന്ന ഭരണാധികാരികൾ, ആ ഒരു ഭരണകാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒളിമ്പിക്സ് കഴിഞ്ഞു വന്നപ്പോ തന്റെ ടീം തോറ്റുപോയി എന്നതിന്റെ പേരിൽ ഹിറ്റ്ലർ ആ ടീം അംഗങ്ങളുടെ കാല് വെട്ടിക്കളഞ്ഞു. എന്റെ രാജ്യത്താരും തോക്കാൻ പാടില്ല എന്നായിരുന്നു ഹിറ്റ്ലറുടെ വാശി. അന്ന് ആധുനികമായ യുദ്ധോപകരണം ഇല്ലാത്തതുകൊണ്ടാണ് ഹിറ്റ്ലർ അവിടെ നിർത്തിയത്, അവരുടെ കാല് വെട്ടിക്കളഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ള ക്രൂരന്മാരായ ഭരണാധികാരികൾ ഭരിക്കുന്ന ഒരു ലോകത്ത് അള്ളാഹുവിനോട് സമാധാനത്തിന് വേണ്ടി, ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലാതെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാനില്ല. 2ാം ലോകയുദ്ധം അവസാനിച്ചു. ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബ്രിട്ടനും സഖ്യകക്ഷികളും കൂടി ബോംബിട്ടു, ജപ്പാനെ നശിപ്പിച്ചു. അത് കഴിയുമ്പോൾ ബ്രിട്ടനിലെ പത്രപ്രവർത്തകർ ചിലർ റിസ്ലി എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഇന്ത്യയിലെ
ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്ന റിസ്ലി എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ, ബ്രിട്ടീഷുകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തോട് ബ്രിട്ടീഷ് പത്രപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, രണ്ടാം ലോകയുദ്ധം അവസാനിച്ചു, നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഒരു മൂന്നാം ലോകയുദ്ധം നടന്നാൽ അന്ന് ആയുധമായി ഉപയോഗിക്കുന്നത് എന്തായിരിക്കും? അന്നത്തെ യുദ്ധായുധം എന്തായിരിക്കും? അതിന് റിസ്ലി പറഞ്ഞ മറുപടി, അതെനിക്കറിയില്ല. മൂന്നാം ലോകയുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എന്തെന്ന് എനിക്കറിയില്ല, പക്ഷേ നാലാമതൊരു ലോകയുദ്ധമുണ്ടായാൽ അന്ന് ഉപയോഗിക്കുന്ന ആയുധം എന്താണെന്ന് എനിക്കറിയാം, അത് കല്ലും കവണയുമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു മൂന്നാം ലോകയുദ്ധത്തോടുകൂടി യുദ്ധായുധങ്ങൾ മുഴുവനും നശിപ്പിക്കപ്പെടും. അത്രമാത്രം യുദ്ധായുധങ്ങൾ എടുത്തുപയോഗിക്കും. ഈ റോക്കറ്റുകളൊന്നും ഒരു നാലാം ലോകയുദ്ധത്തിനുണ്ടാകൂല. ഇത് കൃത്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. വാളുകൊണ്ടുള്ള യുദ്ധം മടങ്ങിവരും, കുതിരസവാരി മടങ്ങിവരും, ഈ പെട്രോളൊക്കെ അവസാനിക്കും. ഒരു ഹദീസിൽ കാണാം, ഞാൻ ആ സയ്യത്തി ഫാരിസ്, കുതിരപ്പുറത്ത് യുദ്ധം ചെയ്യാൻ വേണ്ടി മനുഷ്യർ വരും, യോദ്ധാക്കൾ വരുന്നൊരു കാലം വരും. അഅലമു അസ്മാഅഹും, റസൂൽ പറയുന്നത് അവരുടെ പേരെനിക്കറിയാം. വഅസ്മാഅ ഖബായിലിഹിം, കുതിരപ്പുറത്ത് വാള് പിടിച്ച് യുദ്ധം ചെയ്യാൻ വേണ്ടി അന്ത്യനാളിൽ വരുന്ന ആ യോദ്ധാക്കളുടെ പേരെനിക്കറിയാം, അവരുടെ കബീലയുടെ പേരും എനിക്കറിയാമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. വളരെ കൃത്യമായി റസൂല് പറഞ്ഞു വെച്ചു, ഇന്നുള്ള നവീനമായ യുദ്ധോപകരണങ്ങളെല്ലാം നശിപ്പിക്കപ്പെടും. ആ നിലയ്ക്ക് ലോകത്ത് യുദ്ധങ്ങൾ നടക്കും. സതകൂന ഫിത്നത്തുൻ സംആഉ അംയാഉ ബക്മാ, കണ്ണില്ലാത്ത കാതില്ലാത്ത യുദ്ധം ലോകത്ത് നടക്കും. ഇതൊന്നുമല്ല, യുദ്ധം വരാനിരിക്കുന്നതേ ഉള്ളൂ. അന്ന് വിളിച്ചു പറഞ്ഞാൽ ആരും കേൾക്കാനുണ്ടാവൂല, ആരും കാണാനുണ്ടാകൂല, ആർക്കും കാണാൻ കഴിയാത്ത, ആരും കേൾക്കാത്ത അന്ധമായ യുദ്ധങ്ങൾ ലോകത്ത് നടക്കും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന് രക്ഷപ്പെടണമെങ്കിൽ കദുആഇൽ ഗരീഖി ഫിൽ മായി, വെള്ളത്തിൽ മുങ്ങുന്നവനെ പോലെ പടച്ചവനോട് പ്രാർത്ഥിച്ചാലേ അന്ന് രക്ഷപ്പെടാൻ കഴിയൂ. പ്രാർത്ഥന മാത്രമേ അന്ന് രക്ഷയ്ക്ക് വഴിയുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, പ്രാർത്ഥിക്കുകയല്ലാതെ നമുക്കിതിന്റെ മുന്നിൽ ലക്ഷ്യമൊന്നുമില്ല. ആ നിലക്കുള്ള യുദ്ധങ്ങൾ ലോകത്ത് ഭ്രാന്തന്മാരായ ഭരണാധികാരികൾ ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ നടത്തും. എന്നിട്ട് റസൂല് പറഞ്ഞു, അറബ് സമൂഹം കൊല്ലപ്പെടും വ്യാപകമായി. അറബികൾ കൊല്ലപ്പെടും, ഉറപ്പാണ്. സയ്യുഖ്തലു സബഅത്തുൻ ഫീ തിസ്അ, 9 അറബി ഒരുമിച്ച് നിന്നാൽ 7 അറബിയും കൊല്ലപ്പെടും, 2 അറബികളെ ബാക്കിയുണ്ടാവൂ. ആ നിലക്ക് അറബ് സമൂഹം ഒന്നടങ്കം കൊല്ലപ്പെടും. ഈ 9-ൽ 7 അറബികളും കൊല്ലപ്പെടും. നമുക്കിന്ന് കേട്ട അത്ഭുതം തോന്നും. അതിലേക്കാണ് കാര്യങ്ങൾ വരാനിരിക്കുന്നത്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മുസ്തവരിദ് ഇബ്നു ശദ്ദാദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, തഖൂമു സഅത്തു, അന്ത്യനാൾ അടുക്കുന്ന സമയം, അക്ഫറുൻ നാസി അർറൂമു, യൂറോപ്യന്മാർ അന്ന് എണ്ണസംഖ്യയിൽ അധികരിക്കും. അന്ത്യനാളിന് മുമ്പായിട്ട് യൂറോപ്യൻ സമൂഹം എണ്ണത്തിൽ അധികരിക്കും, അറബികൾ കുറയും. ഇത് മുസ്തവരിദ് ശദ്ദാദ് റളിയല്ലാഹു അൻഹു അംർ ഇബ്നുൽ ആസിനോട് പറയുമ്പോൾ അംർ ഇബ്നുൽ ആസ് പറയുന്നുണ്ട്, അബ്സിർ മാ തഖൂലു, നീ എന്താ പറയുന്നെന്ന് ആലോചിച്ച് പറയണം. അറബ് സമൂഹം കുറയുമെന്നും യൂറോപ്യന്മാർ എണ്ണത്തിൽ കൂടുമെന്നും പറയുന്നത് ആലോചിച്ചു പറയണം. അപ്പോൾ മുസ്തവരിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനിത് റസൂലിൽ നിന്ന് കേട്ടതാണ്, വെറുതെ പറയല്ല. യൂറോപ്യന്മാരുടെ എണ്ണം കൂടുമെന്നും അറബികളുടെ എണ്ണം കുറയുമെന്നും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടതാണ്, വെറുതെ പറയല്ല, ആലോചിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അന്ന് യൂറോപ്യന്മാർക്ക് 4 ഗുണങ്ങൾ ഉണ്ടാകും. എന്നാലേ അങ്ങനെ വരാൻ സാധ്യതയുള്ളൂ. ഒന്ന്, അഹ്ലമുൻ നാസ് ഇൻദ ഫിത്ന, ഒരു ഫിത്ന ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു പരീക്ഷണം വന്നു കഴിഞ്ഞാൽ വേഗം അവർക്ക് തിരിച്ചു വരാൻ കഴിയും. ഇന്നത്തെ യൂറോപ്പ് അങ്ങനെയാണ്. എന്ത് പരീക്ഷണം വന്നാലും പെട്ടെന്ന് അവർക്ക് തിരിച്ചു വരാൻ കഴിയും. കാരണം അവരുടെ കയ്യിൽ സാമ്പത്തികമുണ്ട്. എത്ര പരാജയത്തെയും അവർ പെട്ടെന്ന് മറികടക്കാൻ കഴിയും. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്റഉഹു മിഫാഖത്തൻ ഇൻദ മുസീബ, ഏത് യുദ്ധത്തിൽ യൂറോപ്പ് തോറ്റാലും യൂറോപ്പ് പെട്ടെന്ന് തിരിച്ചു വരും. അതിനവർക്ക് കഴിയും. നമ്മൾ വിചാരിക്കും ഇതോടുകൂടി അമേരിക്ക അവസാനിച്ചു, തിരിച്ചു വരാൻ കഴിയും. എല്ലാ സോഴ്സുകളും അവരുടെ കയ്യിലുണ്ടാകും. മൂന്നാമത് പറഞ്ഞു, ഖൈറുഹും ലിമിസ്കീനിൻ വയതീമിൻ വളഅഫ, ദുർബലരോട് അവർ കരുണ കാണിക്കും. ദുർബല വിഭാഗങ്ങൾക്ക് അവർ സഹായങ്ങൾ കൊടുക്കും. അതിനുള്ള ഫണ്ട് അവരുടെ കയ്യിലുണ്ടാകും. നാലാമതായിട്ട് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അംനഉഹും മിൻ ളുൽമിൽ മുലൂക്, ലോകത്തെ ഏത് രാജ്യത്തൊരു ഭരണാധികാരി അക്രമം കാണിച്ചാലും ആ അക്രമിയെ തടയും. ഇന്നത്തെ അമേരിക്ക അങ്ങനെയല്ലേ? വെനിസ്വേലയിലെ പ്രസിഡന്റിന്റെ കയ്യാമം വെച്ച് നാട്ടിലേക്ക് കൊണ്ടുവന്നു. ഇറാഖിന്റെ പ്രസിഡന്റ് സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്നു. അഫ്ഗാനിസ്ഥാനിനെ അനിശ്ചിതത്വത്തിലാക്കി. ഇപ്പോൾ ഇറാനെ തകർക്കാനും ഭരണകൂടത്തെ മാറ്റാനും വേണ്ടി ശ്രമിക്കുകയാണ്.
അവർക്കതിന് കഴിയും. ലോകത്തെ ഏത് ഭരണാധികാരി അക്രമം ചെയ്താലും തടയാൻ വേണ്ടി അന്ന് യൂറോപ്പ് ശ്രമിക്കും. ഈ 4 കാര്യങ്ങൾ യൂറോപ്യന്മാർക്കുണ്ടെങ്കിലേ യൂറോപ്യന്മാർ അറബികളെ അതിജയിക്കാൻ കഴിയൂ എന്ന് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മുസ്തവരിദിന് ശദ്ദാദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന സംഭവം ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ആളിക്കത്തുന്ന, കെടാൻ പോകുന്ന വിളക്കിന്റെ ആളിക്കത്തലാണ്. ഇമാം മഹദി വരാനിരിക്കുന്നുണ്ട്. ഇമാം മഹദി വന്നു കഴിഞ്ഞാൽ ഇമാം മഹദി ആദ്യം ചെയ്യുന്നത് നഷ്ടപ്പെട്ട അറബ് ലോകത്തെ തിരിച്ചെടുക്കലായിരിക്കും. തുർക്കി അതിനുമുമ്പ് മുസ്ലിംകൾക്ക് നഷ്ടപ്പെടും, തുർക്കി തിരിച്ചുപിടിക്കും. അന്ന് യൂറോപ്യൻ സമൂഹം ഒന്നടങ്കം നശിപ്പിക്കപ്പെട്ടു. ജൂതന്മാരെ മുസ്ലിമീങ്ങൾ കൊല്ലും. ജൂതൻ കല്ലിന്റെയും മരത്തിന്റെയും പിന്നിൽ ഒളിച്ചിരിക്കും മുസ്ലിമീങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി. ആ കല്ലും മരവും വിളിച്ചു പറയും, ഓ മുസ്ലിം, എന്റെ പിന്നിൽ ഒരു ജൂതൻ ഒളിച്ചിരിപ്പുണ്ട്, താൽ വരിക, അവനെ കൊല്ലുക. കല്ലുകളും മരങ്ങളും പോലും ജൂതനെതിരാകുന്ന ഒരു ലോകം വരും. അത് അവസാന കാലത്താണ്. ലാ യബ്ഖാ ബൈതു മുദരിൻ വലാ വബരിൻ ഇല്ലാ അദ്ഖലഹു അല്ലാഹുൽ ഇസ്ലാം. ലോകത്ത് എല്ലാ കുടിലിലും കൊട്ടാരത്തിലും ഈ ഇസ്ലാം പ്രവേശിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദർശം കടക്കാത്തൊരു കുടിലുണ്ടാകില്ല, ഒരു കൊട്ടാരമുണ്ടാകില്ല. അമേരിക്കയുടെ പട്ടണങ്ങളിലും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും വരെ പരിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശമെത്തും. അങ്ങനെ ഒരു നല്ല കാലം വരാതെ ലോകം ഒരിക്കലും അവസാനിക്കുകയില്ല. അതിനുവേണ്ടി ചിലരെ അള്ളാഹു ഉന്നതരാക്കും, ചിലരെ അള്ളാഹു നിന്ദ്യരാക്കും. ഈ ദീനിനെ ശക്തിപ്പെടുത്താൻ അള്ളാഹു ഒരുപക്ഷെ ഏതെങ്കിലും ഒരു തമ്മാടികളെ ഉപയോഗപ്പെടുത്തിയിരിക്കാം. അങ്ങനെയും ചരിത്രത്തിലുണ്ട്. ചില തമ്മാടികളെ കൊണ്ടായിരിക്കാം ഈ ദീനിന് അള്ളാഹു തആല ശക്തി പകരുന്നത്. അതുകൊണ്ട് അവസാന പ്രതീക്ഷ നമുക്ക് തന്നെയാണ്, വിജയം നമുക്ക് തന്നെയാണ്. ആ ഒരു വിജയത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത നമുക്ക് നൽകിയിട്ടാണ് അള്ളാഹുവിന്റെ റസൂല് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധ റമദാൻ വളരെ പ്രസക്തമായ ഒരു കാലത്തും ഒരു സമയത്തുമാണുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ക്രൂരതകൾക്കെതിരെ, ലോകത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്കെതിരെ, ഭരണകൂടത്തിന്റെ ഭീകരതകൾക്കെതിരെ, നമ്മുടെ നാട്ടിലെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ പടച്ച തമ്പുരാനോട് കൈയുയർത്തി പ്രാർത്ഥിക്കേണ്ട, പൊട്ടി കരയേണ്ട ദിനരാത്രങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ചിടത്തോളം സലാമുൻ ഹിയ, രക്ഷയുടെ രാത്രിയാണ്. മലക്കുകൾ വരും നമ്മുടെ കൈപിടിച്ചുകൊണ്ട്, ഓരോ മോമിനിന്റെയും കൈപിടിച്ചുകൊണ്ട് നിനക്ക് രക്ഷയുണ്ടാകട്ടെ എന്ന് പറയും. ഈ ഉമ്മത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും. രാജ്യങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ രാത്രിയിൽ ഒരിക്കലും ബലാ ഇറങ്ങുകയില്ല. എല്ലാ രാത്രിയിലും ബലാ ഇറങ്ങുന്നുണ്ട്. പ്രശ്നങ്ങളും പ്രയാസങ്ങളും അപകടങ്ങളും എല്ലാ രാത്രിയിലും ആകാശത്തുനിന്ന് ഇറങ്ങുന്നുണ്ട്. പക്ഷേ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഒരിക്കലും ബലാ ആകാശത്തുനിന്ന് ഇറങ്ങുകയില്ല. അന്ന് ഇറങ്ങുന്നത് സലാം മാത്രമായിരിക്കും, സലാമത്ത് മാത്രമായിരിക്കും. സമാധാനം മാത്രം ഇറങ്ങുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അവസാന റമദാനായിരിക്കാം. കഴിഞ്ഞ റമദാനിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ധാരാളം ആളുകൾ ഇന്ന് നമ്മുടെ കൂട്ടത്തിലില്ല. ഈ റമദാൻ ഒരാഴ്ച കഴിയുമ്പോൾ നമ്മളോട് വിട പറഞ്ഞു പോകും. റമദാൻ പോയാലും നമുക്ക് ഈമാനോടെ ഇസ്തിഖാമത്തോടെ ജീവിക്കാനും അവസാനം മുഅ്മിനായി ലോകത്തോട് വിട പറയാനും അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ചെല്ലാനും കഴിയണം. ഈ വിശുദ്ധ റമദാൻ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കണം. ഈ റമദാനിന്റെ ശഫാഅത്തോട് നമുക്ക് നാളെ സ്വർഗത്തിൽ കടക്കണം. മുത്തുനബിയുടെ ചാരത്ത് നമുക്ക് താമസിക്കണം. ഫിർദൗസിൽ നമുക്ക് എത്തണം. അത് നമ്മുടെ അഭിലാഷമാണ്. നമ്മുടെ ലക്ഷ്യം അത് തന്നെയാണ്. ഈ ജീവിതത്തിന്റെ ലക്ഷ്യം അത് തന്നെയാണ്. ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പരിശ്രമിക്കാനുള്ള വളരെ ചുരുങ്ങിയ ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. എല്ലാവരും അതിനുവേണ്ടി തയ്യാറെടുക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന 10ലേക്ക് കടന്നു കഴിഞ്ഞാൽ ശദ്ദ മീസറഹു, തന്റെ അരമുണ്ട് മുറുക്കി കൊടുക്കും. താൻ എല്ലാ നിലക്കും ഇത്തിക്കാഫിന് വേണ്ടി, ഇബാദത്തിന് വേണ്ടി തയ്യാറാകും. വായിക്കലാഹുലഹു, വീട്ടുകാരെ വിളിച്ചുണർത്തും. വാഹിയാലൈലഹു, രാത്രി സമയങ്ങളിൽ പള്ളികളിൽ ഇരുന്ന് എഴുത്തിക്കാഫ് കൊണ്ട് ഹയാത്താക്കുകയും ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഈ സമുദായത്തെ നമ്മളെയൊക്കെ അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ. നാമൊക്കെ ഏതെല്ലാം അസമാധാനം നേരിടുന്നുണ്ടോ എല്ലാത്തിനും ഈ വർഷത്തെ ലൈലത്തുൽ ഖദർ ഒരു പകരമായി തീരുമാറാകട്ടെ. അള്ളാഹു ശാന്തിയും സമാധാനവും ലോകത്ത് വർഷിക്കുമാറാകട്ടെ. പശ്ചിമേഷ്യയിൽ യുദ്ധക്കെടുതി അനുഭവിക്കുന്ന മനുഷ്യർക്ക് അള്ളാഹു ആശ്വാസം പ്രദാനിക്കുമാറാകട്ടെ. സമാധാനത്തിന്റെ ശത്രുക്കളെ അള്ളാഹു എന്നേക്കുമായിട്ട് നശിപ്പിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.